നാം ഇന്ന് ഫസ്റ്റ് എയ്ഡിൽ അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത് ഫുട്ട് ബാൻഡേജ് ആണ്. നമ്മുടെ കാൽപ്പത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബാൻഡേജ്. അതിനാവശ്യമായിട്ടുള്ളത് ട്രയാങ്കുലർ ബാൻഡേജും ഗ്യാസോ കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ ഈ പാഡുകളും അതുപോലെ തന്നെ സേഫ്റ്റി പിന്നും. ഇനി കെട്ടുന്നത് എങ്ങനെയെന്ന് കാണിച്ചുതരാം. മുറിവുണ്ടായ ആളുടെ കാൽപാദം ഈ ട്രയാങ്കുലർ ബാൻഡേജിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഈ മുകൾ ഭാഗത്തായിട്ടും താഴെ ഭാഗത്തായിട്ടും അത്യാവശ്യം സ്പേസ് നമ്മൾ വിടണം. പിന്നെ ഈ പാഡ് ഏത് ഭാഗത്താണോ മുറിവുണ്ടായത് അവിടെ വെക്കുക. ഇവിടെയാണെങ്കിൽ ഇവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ, ഏത് ഭാഗത്താണോ അവിടെ വെച്ചതിന് ശേഷം ഈ പോയിന്റ് കാൽപ്പത്തിയുടെ മുകളിൽ വരുന്ന വീതം നമ്മൾ മടക്കുക. അതിനുശേഷം രണ്ടറ്റത്തെ ഭാഗവും ക്രോസ് ചെയ്ത് വലിച്ച് നല്ല ടൈറ്റിൽ മടക്കുക. നല്ല ടൈറ്റിൽ മടക്കിയതിന് ശേഷം ഒന്നുകൂടി ബാക്കിലൂടെ എടുത്ത് മടക്കുക. അപ്പോൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ണങ്കാല് മൊത്തത്തിൽ കവറാകണം. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഉപ്പുറ്റിയും നല്ല രീതിയിൽ കവറാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് അത്യാവശ്യം കുറച്ച് സ്പേസ് വിട്ടത്. അതിനുശേഷം ഇവിടെ റീഫ് നോട്ട് കെട്ടി അവസാനിപ്പിക്കുക. നല്ല ടൈറ്റിൽ കെട്ടുക. ഇവിടെ വെച്ചിരിക്കുന്ന ഈ പാഡിന് ഒരു അനക്കവും പറ്റാൻ പാടില്ല. കാരണം അവിടെയാണ് നമ്മൾ മുറിവ് പറ്റിയ സ്ഥലത്താണ് ആ പാഡ് നമ്മൾ വെച്ചിരിക്കുന്നത്. റീഫ് നോട്ട് കെട്ടി അവസാനിപ്പിക്കുക. അതിനുശേഷം ഈ എക്സസ് ആയിട്ട് വന്ന തുണി ഇവിടെ തന്നെ ചുറ്റി വെച്ച് വെക്കുക. പിന്നീട് ഈ പോയിന്റ് നമ്മൾ മാക്സിമം വലിച്ച് ഇവിടുത്തെ ചുളിവുകളൊക്കെ ഒഴിവാക്കുക. അതിനുശേഷം കെട്ടിൻ്റെ മുകളിൽ കൂടി എടുത്ത് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിനെ ഉറപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫുട്ട് ബാൻഡേജ് കെട്ടേണ്ടത്. ഒന്നുകൂടി ചെറുതായി വിശദീകരിച്ച് തരാം. നമ്മൾ ട്രയാങ്കുലർ ബാൻഡേജിൻ്റെ സെൻറ്ററിലായിട്ട് പാദം വയ്ക്കുന്നു. അതിനു മുകളിൽ ആ പാഡ് മുറിവ് പറ്റിയ ഭാഗത്ത് ആ പാഡ് വെക്കുന്നു. അതിനുശേഷം